എന്തിനാണ് സ്ട്രക്ചറൽ വർക്ക് ചെയ്യുന്നത്? ഭംഗിയാണ് ആളുകൾ ക്ലൈൻറ്റ് കൂടുതൽ പോകുന്നത്. തിയേറ്റർ വരെ ചെയ്യാം. ടെൻഷൻ വർദ്ധിക്കും, ചൂട് വർദ്ധിക്കും. 10-15% വേസ്റ്റേജാണ് പലർക്കും വരുന്നത്. കെട്ടിട നിർമ്മാണ രംഗത്തും പുതിയ പാർപ്പിടങ്ങളുടെ നിർമ്മിതിയിലും 3 പതിറ്റാണ്ടായി ട്രസ് വർക്ക്, റൂഫിംഗ് വർക്ക്, സ്ട്രക്ചറൽ വർക്ക് തുടങ്ങിയ മേഖലകളിൽ അതിവിദഗ്ധരായ ജോലികൾ ചെയ്തു വരുന്ന ജ്യോതി എഞ്ചിനീയറിംഗ് വർക്ക്സ് എന്ന സ്ഥാപനം, ആ സ്ഥാപനത്തിൻ്റെ സാരഥി ശ്രീ CA പ്രദീപിനെ നമ്മൾക്ക് പരിചയപ്പെടാം. ഹായ് പ്രദീപ്. നമ്മൾ ഇന്ന് ചില സംശയങ്ങൾ ചോദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രദീപിൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്. എന്തിനാണ് വീടുകൾക്ക് റൂഫ് വർക്ക് അഥവാ സ്ട്രക്ചറൽ വർക്ക് ചെയ്യുന്നത്? ഈ ട്രസ് വർക്കുകൾ പൊതുവിൽ ചെയ്യുന്നത് 2-3-4 കാരണങ്ങളാലാണ്. ഒന്ന്, ട്രസ് വർക്ക് ചെയ്യുന്നത് പ്രധാനമായി എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മളുടെ കോൺക്രീറ്റ്, അത് നമ്മുടെ മുകളിലെ സ്ലാബ് കോൺക്രീറ്റ് ചെയ്യുന്നത് തന്നെ 2 വർഷം 3 വർഷത്തിനുള്ളിൽ ക്രാക്കാകുകയാണ്. ഈ ക്രാക്കാകുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് അത് ഇന്നത്തെ കരിങ്കല്ല് പൊടിയാണ്. നമ്മൾ കരിങ്കല്ല് പൊടിയിൽ നോക്കുമ്പോൾ കാണുന്നത് ചെറിയ തരികളോടുകൂടി ചരൽ പോലെയാണ് നമുക്ക് തോന്നുന്നത്. യഥാർത്ഥത്തിൽ അതിനകത്ത് 90% പൗഡറാണ്. ഇനിപ്പോട്ടെ 75% പൗഡറായിരിക്കും. ഈ പൗഡർ കണ്ടൻറ്റാണ് കോൺക്രീറ്റിലേക്ക് ചെല്ലുന്നത്. ഏറ്റവും ചെറിയ കണിക ഏറ്റവും കൂടുതലായി വിഘടിക്കുമെന്ന ഒരു സിദ്ധാന്തം തന്നെയുണ്ട്. അതുകൊണ്ടാണ് കോൺക്രീറ്റ് ക്രാക്ക് വീഴുന്നത്. ഈ ക്രാക്കിലൂടെയാണ് വെള്ളം ഇറങ്ങുന്നത്. 3 വർഷം മതി. ക്രാക്കിലൂടെ വെള്ളം ഇറങ്ങി കമ്പിയിലെത്തി 3 വർഷം കൊണ്ട് ഒരു 2500-3000 സ്ക്വയർ ഫീറ്റുള്ള കെട്ടിടം പൂർണ്ണമായും കമ്പി തുരുമ്പിക്കുന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. മാത്രമല്ല, ഈ തുരുമ്പ് എന്ന് പറയുന്ന ഒരു സിന്തറ്റിക് വൈറസ് ആണല്ലോ. അത് ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ പടർന്ന് പോകുന്നതാണ്. പല സ്ഥലത്ത് ഇതിൻ്റെ ക്രാക്ക് ഉണ്ടാകുമ്പോൾ അവിടെ എല്ലാം വെള്ളം ഇറങ്ങും. അതുകൊണ്ടാണ് റൂഫ് പ്രധാനമായും വേണമെന്ന് പറയുന്നത്, പ്രത്യേകിച്ച് മഴ കൂടുതലുള്ള കേരളത്തിൽ. രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാവരും ഭംഗിയാണ് ആഗ്രഹിക്കുന്നത്. വീടിന് നല്ല ഭംഗി ഉണ്ടാകണം, നല്ല മിഴിവുണ്ടാകണമെന്നാണ് പലരും അത് തന്നെയാണ് ചോദിക്കുന്നത്. ഭംഗിയെക്കുറിച്ചാണ് ആളുകൾ ചിന്തിക്കുന്നത്. ഭംഗി മാത്രമല്ല, ഭംഗി ഒരു പ്രധാന ഘടകമാണ്. അതാണല്ലോ എലവേഷൻ പല മോഡലിൽ ചെയ്യുന്നത്. വിക്ടോറിയൻ സ്റ്റൈല്, കൊളോണിയൽ സ്റ്റൈല്, കണ്ടംപററി, സെമി കണ്ടംപററി, ട്രഡീഷണലി, ഒരുപാട് സ്റ്റൈലുകളുണ്ട്. അങ്ങനെ ഭംഗിയാണ് ആളുകൾ ക്ലൈൻറ്റ് കൂടുതലും പോകുന്നത്. ഭംഗി ഒരു പ്രധാന ഘടകമാണ്, അതിനകത്തൊരു തർക്കവുമില്ല. അത് ഭംഗി രണ്ടാമത്തെ കാര്യമാണ്. മൂന്നാമത്തെ അതിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ഉപഭോക്തൃ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ആളുകൾ മുഴുവൻ സാധനങ്ങൾ വാങ്ങിക്കൂട്ടുക, ഉപകാരമുള്ളതും ഉപകാരമില്ലാത്തതൊക്കെ വാങ്ങി. പക്ഷേ ചില സാധനങ്ങൾ നമുക്ക് കളയാൻ പറ്റില്ല. അത് നമ്മൾ ഉപേക്ഷിക്കാതെ തന്നെ സൂക്ഷിച്ച് വെക്കേണ്ട സാധനങ്ങളുണ്ട്. ഈ സാധനങ്ങളാകെ വീടിനകത്ത് കുന്നുകൂടി ഇരിക്കുന്നതിന് പകരം നമുക്ക് ഈ ട്രസ്സിൻ്റെ സ്പേസിലേക്ക് ഇതിനെ കൊണ്ടു ചെല്ലാം. ഇപ്പോൾ സ്പാൻ കൂടിയ ഒരു ട്രസ്സാണെങ്കിൽ അതിൻ്റെ അകത്ത് തിയേറ്റർ വരെ ചെയ്യാം. ഒരു ഫിലിം സ്റ്റാറിൻ്റെ വർക്ക് ഞാൻ ചെയ്തായിരുന്നു. അവരൊക്കെ തിയേറ്ററുകളുണ്ട്, അവരുടെ ജിംനേഷ്യം ഉണ്ട്, അങ്ങനെ പലതും ചെയ്യാം. ഇതിന് ഒരുപാട് സ്പേസ് കിട്ടും. മീറ്റിങ്ങുകൾ കൂടുന്ന സ്ഥലങ്ങളുണ്ട്, ഹോം തിയേറ്റർ പണിതിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെ ഒക്കെ ചെയ്യാം. പിന്നെ ട്രസ് വർക്കിൻ്റെ മറ്റൊരു ഉപകാരം എന്ന് പറയുന്നത്, ചൂട് കാലത്ത് നമുക്ക് സ്ലാബ് കോൺക്രീറ്റ്, കരിങ്കല്ല് കൂടുതൽ പെട്ടെന്ന് ചൂട് ആകുന്നതാണല്ലോ. ഈ കരിങ്കല്ല് പൊടിയാണല്ലോ കൂടുതൽ ഇതിന് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ താഴത്തേക്ക് ഇറങ്ങുന്ന ചൂട് വീടിൻ്റെ അകത്ത് അതിൻ്റെ ഹ്യൂമിഡിറ്റിയിൽ വലിയ മാറ്റം വരുത്തും. ഈ മാറ്റം നമുക്ക് മെഡിക്കൽ സൈഡൊന്നും അറിയില്ലെങ്കിലും പറയുകയാണ്, നമുക്ക് ടെൻഷൻ വർദ്ധിക്കും, ചൂട് വർദ്ധിക്കും, ഹ്യൂമിഡിറ്റി കൂടിക്കഴിഞ്ഞാൽ ഇത് ഇല്ലാതാക്കാൻ പറ്റും. ഒരു നാച്ചുറൽ ക്ലൈമറ്റ് അതിൻ്റെ അകത്ത് ഉണ്ടാവും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തണുപ്പായിരിക്കും. ഇതാണ് അതിൻ്റെ ട്രസ് വർക്ക് ചെയ്യുന്നത് എന്തിനാണെന്നുള്ള ഒരു ചോദ്യത്തിന് ഉത്തരമായി എൻ്റെ ഒരു അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് പറയാൻ പറ്റുമെന്നുള്ളത്. ഈ ജോലികൾ ചെയ്യിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് കൃത്യമായ സമയത്ത് ജോലികൾ തീർത്തു കൊടുക്കാറില്ല എന്നുള്ളതാണ്. നിങ്ങളെ സംബന്ധിച്ച് അങ്ങനെ എന്തെങ്കിലും, നിങ്ങളുടെ ഒരു പ്രവർത്തന രീതി എങ്ങനെയാണ്? അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഇതിനകം എത്രയധികം വർക്കുകൾ ചെയ്തിട്ടുണ്ട്, എവിടെയെല്ലാം നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഈ വർക്കേഴ്സിനെ സംബന്ധിച്ച് നമ്മളൊരു കണ്ടിന്യൂറ്റിയുള്ള വർക്കിന് മാത്രമേ പൊതുവിൽ ഇതിൻ്റെ ക്ലൈൻറ്റുമായിട്ട് വലിയ തർക്കങ്ങളൊന്നും ഇല്ലാണ്ട് പോകാൻ സാധിക്കുകയുള്ളൂ. കണ്ടിന്യൂറ്റി വേണം. അതൊരു പ്രധാന ചോദ്യമാണത്. പല സ്ഥലങ്ങളിലും ഈ ക്ലൈൻറ്റുമായി തർക്കങ്ങൾ രൂപം കൊള്ളും. ഈ തർക്കങ്ങൾ രൂപം കൊള്ളുമ്പോൾ അതിനൊരു കാരണം ഉണ്ടാകും. അതിന് പ്രധാന കാരണമാണ് വർക്കേഴ്സ് വരുന്നില്ല, ലീവ് എടുത്ത് നിൽക്കുന്നു, ചിലപ്പോൾ തിങ്കളാഴ്ച വരുന്നില്ല, ചൊവ്വാഴ്ച വരുന്നില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. നമ്മളെ സംബന്ധിച്ച് ഞാൻ ഈ വർക്ക് തുടങ്ങിയിട്ട് 10-30 വർഷമായി. ഇതിനകത്ത് എൻ്റെ കൂടെ നിൽക്കുന്ന വർക്കേഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എല്ലാവരും ഒരുമാതിരി കൊള്ളാവുന്ന സ്വഭാവമുള്ള ആളുകളെ ജോലിക്ക് നിർത്തുകയുള്ളൂ. ഈ ജോലി ആവശ്യമുള്ളവരെ മാത്രമേ ഞാൻ ജോലിക്ക് നിർത്താറുള്ളൂ. സൈറ്റ് വർക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ പല സൈറ്റുകളിൽ പോയി വർക്ക് ചെയ്യുന്നതാണ്. ആ സൈറ്റുകളിൽ നിൽക്കുന്നതെങ്കിൽ പല പല മര്യാദകൾ വേണം. സൈറ്റിലുള്ള മര്യാദ, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ നാടല്ല വേറൊരു മര്യാദ.
ഇത്തരം മര്യാദകളുള്ള ആളുകളാണ് പൊതുവിൽ നമ്മൾ നിർത്തി പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്താൽ ചിലപ്പോൾ ഇപ്പോൾ ഒരു വർക്ക് പറഞ്ഞ് ഒരാഴ്ച താമസിക്കും, ചിലപ്പോൾ 2 ആഴ്ച കഴിഞ്ഞാൽ തുടങ്ങാൻ പറ്റുള്ളൂ, ചിലപ്പോൾ നാളെ തുടങ്ങാം. പക്ഷേ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് തീർത്തിട്ടേ നമ്മൾ നിർത്തുള്ളൂ. അല്ലാതെ അവിടുന്ന് പകുതി വിളിച്ചു വേറൊരു സൈറ്റിൽ കൊണ്ടുപോക്ക് അങ്ങനെയൊന്നുമില്ല. അത് നമുക്ക് പറ്റില്ല. അത് വലിയ പ്രയാസം ഉണ്ടാക്കുന്നതാണ്. ക്ലയൻറ്റിന് മാത്രമല്ല, അതിനേക്കാൾ വലിയ ടെൻഷൻ എനിക്കായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരിക്കലും ചെയ്യാറില്ല. ഒരു വർക്ക് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ കൊട്ടേഷനിൽ പറയുന്ന ഇത്ര ദിവസത്തെ വർക്ക് ഉണ്ടാവും. ഇപ്പോൾ മഴ വന്നു കഴിഞ്ഞാൽ കറണ്ട് പോയാലുണ്ടാകുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. വർക്ക് നമ്മൾ കൃത്യമായി സമയത്ത് തീർത്ത് അളന്ന് പൈസ മേടിച്ച് പോരുക എന്നുള്ളതാണ് നമ്മുടെ ഒരു രീതി. മൊത്തം വർക്കുകളൊക്കെ പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഡയറി കുറിപ്പിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ള കണക്കുകളൊക്കെ വെച്ചിട്ട് ഞാൻ ഒരിക്കലും നോക്കിയപ്പോൾ ഒരു കണക്ക് വെച്ചൊരു 1900 സംതിങ് വർക്കുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത്രയും വർക്കുകൾ ഈ കാലഘട്ടത്തിൽ ചെയ്തിട്ടുള്ളതാണ്. എൻ്റെ മകനാണ് എന്നെ ഇപ്പോൾ കൂടുതൽ ട്രാവലിങ്ങിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ കൂടുതൽ സഹായിക്കുന്നത്. ദൂരസ്ഥലങ്ങളിലേക്ക് കൂടുതലും മകൻ പോവും, ഞാൻ പോവും, അങ്ങനെയാണ് പോകുന്നത്. ഷെയർ ചെയ്താണ് അതൊക്കെ പോകുന്നത് പറയും. അപ്പോൾ അതാണ് വർക്കിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യം. ഈ ചെറിയ കെട്ടിടങ്ങളും അതുപോലെ തന്നെ വലിയ ബിൽഡിങ്ങുകളും ഉണ്ട്. ഇതിനൊക്കെ ഏത് തരത്തിലുള്ള മെറ്റീരിയലുകളാണ് ഉപയോഗിക്കുന്നത്? അതിൻ്റെ കോസ്റ്റ് എങ്ങനെയാണ് കണക്കാക്കുന്നത്? എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ചെറിയ ഡ്രസ് വർക്കും വലിയ ഡ്രസ് വർക്കും തമ്മിൽ കോസ്റ്റ് കൂടുതലാണോ എന്നുള്ളൊരു ചോദ്യം ചോദിക്കും. ഡ്രസ് വർക്കിൻ്റെ കോസ്റ്റ് നിശ്ചയിക്കുന്നത് അതിൻ്റെ സ്പാനാണ്. ഒരു മുറിക്ക് കൂടുതൽ അകലമുണ്ട്, ചെറിയ അകലമുണ്ടെങ്കിൽ അതിൻ്റെ സ്പാൻ കുറവുള്ളതിന് അതിൻ്റെ സൈസ്, വോൾ തെക്നെസ് അതെല്ലാം കുറവ് മതി. ഇതിൻ്റെ മുകളിൽ ഇടുന്ന ഓടിൻ്റെ വെയിറ്റ് അടക്കം കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് റാഫ്റ്റേഴ്സിനെ സാധാരണ ആർക്കിടെക്റ്റുമാർ പറയുന്നത്. ഇപ്പം ഞാൻ ആർക്കിടെക്റ്റ് ഇല്ലാത്ത വർക്കുകളും ഞാൻ പോയി ചെയ്യാറുണ്ട്. ഞാനൊരു പകുതി മുക്കാലും ഒരു 60% ഞാൻ ആർക്കിടെക്റ്റിൻ്റെ വർക്കുകളല്ല ചെയ്യുന്നത്. എന്നെ വിളിച്ചിട്ട് പോയി ചെയ്യുന്ന വർക്കുകളാണ് കൂടുതൽ. 40% ആർക്കിടെക്റ്റുമാരുടെ വർക്കുകളാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതെല്ലാം പഠിച്ചത് ആർക്കിടെക്റ്റുമാരിൽ നിന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതിപ്പോൾ ചെറിയ വർക്കിന് ചെറിയ സെക്ഷൻസും വലിയ വർക്കിന് വലിയ സെക്ഷൻസും സ്വാഭാവികമായും വരും. അപ്പോൾ അതിന് കോസ്റ്റ് കൂടുകയും കുറയുകയും ചെയ്യും. മെറ്റീരിയലിൻ്റെ വ്യത്യാസം, അതിൻ്റെ വരുന്ന ലേബറിൻ്റെ വ്യത്യാസമെല്ലാം ഇതിൻ്റെ അകത്തൊരു ഘടകമാണ്. അതാണ് അതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യം. മെറ്റീരിയൽ എല്ലാത്തിനും ഒരേപോലെ ചെയ്യേണ്ടതുണ്ടോ എന്ന ചോദ്യം പ്രസക്തമാണ്. ഓരോ വർക്കിനും ഓരോ സൈസ് മെറ്റീരിയൽസാണ് സാധാരണ ഉപയോഗിക്കുന്നത്. എൻ്റെ സ്പാനാണ് എൻ്റെ പ്രധാന ഘടകം. വെയ്റ്റും ഒരു പ്രധാന ഘടകമാണ്. ഈ ചെയ്യുന്ന ഡ്രസ് വർക്കുകളുടെ മുഴുവൻ ജോലികളും നിങ്ങൾ ചെയ്യുമോ? ഇപ്പോൾ ഉദാഹരണത്തിന് വെൽഡ് ചെയ്യുക, പിന്നെ അത് ഭംഗിയായി വെക്കുക, പിന്നെ പെയിൻറ് ചെയ്യുക, അങ്ങനെയുള്ള ഇത് തുരുമ്പെടുക്കാതിരിക്കാനുള്ള സംവിധാനങ്ങൾ, അതിന് സാധാരണ പെയിൻ്റാണ് ഉപയോഗിക്കുന്നത്? എന്താണ് നിങ്ങളുടെ മൊത്തം വർക്കുകൾ നിങ്ങൾ ചെയ്യുമോ? നമ്മളിപ്പോൾ ഈ പുതിയ വീടുകൾക്കുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റൂഫ് വർക്കിൽ അവസാനിക്കുന്നതല്ല അവിടുത്തെ അയൺ ഫാബ്രിക്കേഷൻ. ഇപ്പോൾ നമ്മൾ എല്ലാ വീടുകളിലും തന്നെ കാണാം. ഹാൻഡ് റെയിലുണ്ട്, സ്റ്റെയർ ഉണ്ട്, പർഗോള ഉണ്ട്, സോളാർ പാനലുണ്ട്, ഗേബിൾസ് ഉണ്ട്, ടഫൺ ഗ്ലാസ് ഉണ്ട്. ഇങ്ങനെ വരുന്ന എല്ലാ കുറേ വർക്കുകളുണ്ട്. ഇത്തരം വർക്കുകളൊക്കെ നമ്മൾ പൂർണ്ണമായും ചെയ്തു കൊടുക്കുന്നതാണ്. കാരണം എന്നെ വിളിച്ച് വേറൊരാളെ വിളിച്ചു അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടിക്കലിന് നമ്മൾ നിൽക്കില്ല. ഒരു വെൽഡിങ് ഫാബ്രിക്കേഷൻ ചെയ്യുന്ന ഒരാളെ വിളിച്ചു കഴിഞ്ഞാൽ അവിടെ വെച്ചത് അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ പറ്റുന്ന പ്രശ്നം അടുത്ത വർക്കിന് വേറൊരാളെ വിളിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അത് ഞങ്ങളായിട്ട് ഒരിക്കലും ഉണ്ടാക്കില്ല. എന്ത് വർക്കുണ്ടെങ്കിലും അത് ഏറ്റവും നല്ല റീസണബിളായിട്ട് നമ്മളത് ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ആളുകൾ പൊതുവിൽ ചോദിക്കുന്നത് നിങ്ങൾ ഇവിടെ വന്ന് ചെയ്ത് കഴിഞ്ഞാൽ പൈസ കൂടുമോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഞാൻ കൊടൈക്കനാലിൽ ചെയ്യുന്ന ആ റൈറ്റ് ഈ കേരളത്തിലെ റൈറ്റിലാണ് ചെയ്യുന്നത്. ഈ കേരളത്തിലെ റൈറ്റിൽ ചെയ്യുമ്പോൾ സ്വാഭാവികമായും നമുക്ക് അവിടെ പോകേണ്ടി വരും. ഞങ്ങൾ ലോങ് സൈറ്റിലൊക്കെ പോകുമ്പോൾ ഞങ്ങളുടെ മെറ്റീരിയൽ പോകുന്ന വണ്ടിയിൽ തന്നെ പരമാവധി കയറി പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവർക്ക് പരമാവധി ദോഷമില്ലാതെ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനകത്ത് എന്തെങ്കിലും ചെറിയ നമ്മുടെ യാത്രാ ചിലവുകൾ മാത്രമേ അതിൻ്റെ അകത്ത് നമ്മൾ ചോദിച്ച് വാങ്ങാറുള്ളൂ. അല്ലാതെ ഒന്നും തന്നെ നമ്മൾ വാങ്ങാറില്ല. ഓരോ നാട്ടിലും അവിടെ നിലനിൽക്കുന്ന റൈറ്റ് തന്നെയാണ് നമ്മളുടേത്. ഇനി ആ റൈറ്റ് നോക്കിയിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. പൊതുവിലൊരു വർക്ക് വന്നു കഴിഞ്ഞാൽ വർക്കിനെ നമ്മൾ വർക്കൗട്ട് ചെയ്യും. വർക്കൗട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എത്ര സാധനങ്ങൾ വേണം. അതിന് ഓട്ടോ കാർഡ് എന്ന് പറയുന്ന സംവിധാനമുണ്ട്. അതിനൊന്ന് പെറുക്കി എടുക്കാം. നമുക്ക് ഓരോ മെറ്റീരിയൽസും എടുത്ത് അതിന് എത്ര കിലോ ഉണ്ടെന്നാണ് നമ്മൾ നോക്കുന്നത്. അതിൻ്റെ വേസ്റ്റേജ് നമ്മൾ കുറച്ചുകൂടി പ്രൊഫഷണലായി ചെയ്യുമ്പോൾ അതിന് വരുന്നൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 10-15% വേസ്റ്റേജാണ് പലർക്കും വരുന്നത്. നമുക്കത് കുറക്കാൻ പറ്റും. നമുക്കത് നമ്മളൊക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 5%-ൻ്റെ അപ്പുറമൊന്നും പോകില്ല. ചില സൈറ്റുകളിൽ ഒരു 3% പോലും വേസ്റ്റേജ് വരില്ല. അത് നമ്മൾ സ്ഥിരം ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണമാണ്. ഈ 3%-ൽ നിന്ന് 10-15%-ലേക്കുള്ള മെറ്റീരിയലിൻ്റെ കിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലയൻറ്റിന് താങ്ങാൻ പറ്റാത്തതാണ്. ഇതാരും ശ്രദ്ധിക്കാതെ പോകുന്നൊരു ഘടകമാണ്. വേസ്റ്റേജ് ഇങ്ങനെ കുന്നുകൂടി കിടക്കും പണി കഴിഞ്ഞിട്ട്.
ആളുകൾ ലാഭത്തിന് വേണ്ടി അവരെ കൊണ്ട് ലേബറിനെ അങ്ങോട്ട് ചെയ്യിച്ചേക്കാം എന്നൊക്കെ പറയും. ഈ ലേബറിന് ചെയ്യുന്നത് കൊണ്ട് മെറ്റീരിയലും കൂടി ചെയ്യുന്നത് കൊണ്ടൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. ഒരു ക്ലയൻറ്റ് കടയിൽ പോയി പുള്ളിയുടെ ജോലി നഷ്ടപ്പെടുത്തി കാറിന് പോയി അവിടെ പോയി ഇവിടെ പോയി അറിയാത്ത സാധനങ്ങളൊക്കെ വാങ്ങിക്കൂട്ടി പല സാധനങ്ങൾ കൺസ്യൂമബിൾസ് ഒരുപാട് സാധനങ്ങളുണ്ട്, ഇതെല്ലാം വാങ്ങിക്കൂട്ടി വരുമ്പോൾ ആൾ വിഷമിക്കും. ആ എടുക്കുന്ന ജോലിയുടെ പൈസ മാത്രമേ നമ്മൾ ഈ മെറ്റീരിയൽ വർക്കിൽ എടുക്കുന്നുള്ളൂ. ഈ മെറ്റീരിയൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ മെറ്റീരിയൽ തന്നെ ചെയ്യണമെന്ന് നിർബന്ധം പിടിക്കുകയല്ലത്. പല തവണയായിട്ട് ഇത് എടുക്കേണ്ടി വരും. പല തരത്തിലുള്ള ആവശ്യങ്ങളായിട്ട് ഇതെടുന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇറിറ്റേഷൻ രൂപം കൊള്ളും. അതുകൊണ്ടാണ് മെറ്റീരിയലും ലേബറും കൂടി ഒറ്റയടിക്ക് നമ്മളത് ചെയ്ത് തീർക്കുന്നത്. അതായത് ഒരു കൺസ്യൂമറിനെ സംബന്ധിച്ചിടത്തോളം ടെൻഷൻ ഫ്രീ ആണ്. അതെ അതെ അതെ. അദ്ദേഹം പൂർണ്ണമായും നിങ്ങളെ ജോലി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഒന്നും അറിയണ്ട കൊടുക്കുക, പിന്നീട് വരുന്ന ആവശ്യങ്ങൾ പിന്നാലെ കിടന്ന് ഒരു ശല്യപ്പെടുത്തലോ മറ്റു കാര്യങ്ങളോ ഇല്ല. നമുക്ക് ഈ കാലത്രയും കൊണ്ട് നമ്മൾ പഠിച്ചെടുത്തൊരു സാധനം ഉണ്ടല്ലോ, ഒരാളെ എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിക്കാതിരിക്കാം എന്നുള്ളത്, അത് നമ്മൾ നന്നായി ചെയ്തു പോകുന്നതാണ്. കൂടുതൽ വർക്ക് ചെയ്ത് നമ്മൾ കൂടുതൽ വർക്കുകൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ കിട്ടുന്ന നാട്ടിൻപുറത്ത് കിട്ടുന്ന ആ ഒരു ചെറിയ പ്രോഫിറ്റിൽ തന്നെയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് എടുക്കുന്നത്, അല്ലാതെ വേറെ ഒന്നും ഇതിനകത്തില്ല. നമ്മൾ ഈ ഡ്രസ് വർക്കിൽ സാധാരണ ഉപയോഗിക്കുന്നത്, ഞാൻ കണ്ടിട്ടുള്ളത് പലയിടത്തും ചെല്ലുമ്പോൾ കണ്ടിട്ടുള്ളത്, എല്ലാവരും എന്നുള്ളതല്ല, ഈ സാധാരണ ഇനാമൽ പെയിൻ്റ് അടിച്ച് വെക്കുന്ന ഒരു രീതിയുണ്ട്. ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇരുമ്പിനടിക്കേണ്ടത് എപ്പോക്സി പെയിൻറ്റുകളാണ്. എപ്പോക്സിക്കുള്ള ഒരു പ്രത്യേകത, അത് മറൈൻ പെയിൻറ്റാണ്, കൂടുതൽ കാലം നിലനിൽക്കും. നമുക്കെപ്പോഴും ഓടിറക്കി പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. പണം കുറച്ച് ചെയ്യാൻ വേണ്ടി ആളുകൾ പെയിൻറ്റ് അടിക്കും. പക്ഷേ ഒരു 4-5 വർഷത്തിനുള്ളിൽ അടുത്ത പെയിൻറ്റ് അടിക്കേണ്ടി വരും. ഇനാമൽ പെയിൻറ്റ് അടിക്കേണ്ടി വരും. അടിക്കാൻ പാടില്ല, ഒരിക്കലും അടിക്കാൻ പാടില്ല, പ്രത്യേകിച്ച് ഡ്രസ്സിന്. നമ്മൾ അടിക്കേണ്ടത് എപ്പോക്സി പെയിൻറ്റ് തന്നെയാണ്. അതിൻ്റെ ഗ്യാരണ്ടി കമ്പനികളൊക്കെ പറയുന്നത് 25 വർഷം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ ഒരു അനുഭവത്തിൽ ഒരു 10-15-20 വർഷത്തിനടക്ക് ഈ പെയിൻറ്റ് ഡള്ളാവും. നമ്മൾ പുതിയതായിട്ട് അടിക്കണം. താഴത്ത് നിന്ന് സ്പ്രേ പെയിൻറ്റ് അടിക്കാം, ഒക്കെ ചെയ്യാം. 20 വർഷം കഴിഞ്ഞ് ആളുകൾക്ക് ഓട് മാറ്റണമെങ്കിൽ ഓട് മാറ്റി മൊത്തം പെയിൻറ്റ് വേറെ അടിക്കണമെങ്കിൽ അങ്ങനെ അടിക്കാം. അങ്ങനെ ഏത് രൂപത്തിലും ഇതിന് പെയിൻ്റ് അടിക്കാം. പക്ഷേ എപ്പോക്സി ആയിരിക്കണം, അതാണ് അതിൻ്റെ പ്രത്യേകത. എപ്പോക്സി പെയിൻ്റ് അടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയുണ്ട്. പെയിൻ്റ് അടിക്കുന്ന ആളുകൾ ഈ പെയിൻറ്റിൽ കൂടുതൽ ടിന്നർ ഒഴിച്ച് കഴിഞ്ഞാൽ ഇനാമൽ പെയിൻ്റ് അടിക്കുന്നതിനേക്കാൾ ദുർബലമാകും പെയിൻറ്റ്. അപ്പോൾ ആ അടിക്കുന്ന ആളുകളുടെ ഒരു വിശ്വാസ്യതയുടെ പ്രശ്നം കൂടിയുണ്ട്. ഞങ്ങൾ തന്നെ വർക്കുകൾ ഇത് പെയിൻറ്റിങ്ങും ഞങ്ങൾ തന്നെ ചെയ്യാറുണ്ട്. കാരണം ഡ്രസ് വർക്ക് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ പെയിൻ്റ് അടിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്ലയൻറ്റിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് ഒരു മൊത്തം പാക്കേജ് ആയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇനി പെയിൻ്റ് അടിക്കാൻ തന്നില്ല എന്ന് പറഞ്ഞ് ഡ്രസ് വർക്ക് ചെയ്യാതിരിക്കില്ല. മാത്രമല്ല ഓടിടുന്നത് തന്നെ പ്രൊഫഷണലായിട്ടുള്ള ഓടിടുന്ന ആളുകളുണ്ട്. ചിലയിടത്ത് നമ്മൾ കാണാം ഈ ഓടൊക്കെ ഹാമറിനടിച്ച് പൊട്ടിച്ച് ഇങ്ങനെ മുഴച്ച്, അങ്ങനെയൊന്നുമല്ല. ഒരു നൂല് പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മൂലയും എല്ലാം സ്ട്രെച്ച് എല്ലാം കറക്റ്റായിരിക്കണം. അപ്പോൾ അതുപോലെ ഓടിടുന്ന കേരളത്തിലെ ഏറ്റവും നല്ല ഓടിടുന്ന ആളുകൾ നമുക്ക് സ്വന്തമായിട്ടില്ല. ഞാൻ അവരെ കൊണ്ടുവന്ന് നിങ്ങളെ ഏൽപ്പിച്ച് അത് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ഞാനത് മുഴുവൻ മൊത്തം ഏറ്റെടുക്കേണ്ടി വരികയാണെങ്കിൽ എനിക്ക് യാത്ര ചെയ്യേണ്ടി വരും. അതിൻ്റെ ഒരു സർവീസ് ഒരു ചെറിയൊരു പൈസ അതിൻ്റെ അത് കൂടുമെന്നുള്ള, അതിൻ്റെ അതൊന്നും വലിയ ലാഭം എടുത്തിട്ടൊന്നുമല്ല ഇതൊന്നും ചെയ്യുന്നത്. ഈ പെയിൻറ്റിങ്ങിൻ്റെ കാര്യത്തിൽ അത് തന്നെ കേട്ടോ. നമ്മുടെ പ്രധാന പണി ഈ ഫാബ്രിക്കേഷൻ, ഡ്രസ് ഫാബ്രിക്കേഷൻ, പിന്നെ ഇപ്പോഴുള്ള വീടുകളുടെ അകത്തുള്ള മറ്റു പല വർക്കുകളൊക്കെ ഉണ്ട്. അതൊക്കെ എല്ലാം പൂർണ്ണമായി ഏൽപ്പിക്കുന്നത് ചെയ്തു പോവുക എന്നുള്ളതാണ് നമ്മുടെ ഒരു രീതി. ഇപ്പോൾ ഈ നിർമ്മാണം പൂർത്തിയായ സ്ഥലങ്ങളിൽ വീണ്ടും ചിലപ്പോൾ ചില വർക്കുകൾ വന്നേക്കാം. ഇപ്പോൾ നിർമ്മിച്ച സാധനങ്ങൾ എന്തെങ്കിലും പൊട്ടിപ്പോവുക, കേടുപാടുകൾ സംഭവിക്കുക, അങ്ങനെയൊക്കെ സംഭവിച്ചാൽ എന്താണ് നിങ്ങളുടെ ഒരു ഗ്യാരണ്ടി ആ കാര്യത്തിൽ? നിങ്ങളെ ലൈഫ് ടൈമായിട്ട് ഇതിൻ്റെ സർവീസ് കിട്ടുമോ? എങ്ങനെയാണ് നിങ്ങൾ അത് സാധാരണ കൈകാര്യം ചെയ്യുന്നത്? പക്ഷേ ഗ്യാരണ്ടിയെക്കുറിച്ച് ചോദിച്ചല്ലോ, അതൊരു പ്രധാന ചോദ്യമാണ്. ഒരു വർക്ക് ചെയ്തു, അവിടെ പൊട്ടിപ്പോയി, ഇവിടെ പൊട്ടിപ്പോയി, ഇതൊക്കെ പലയിടത്തും കേൾക്കാറുണ്ട്. വേറെ പലരും ചെയ്തിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളും എന്നെ വിളിച്ച് പറയാറുണ്ട്. സമയമില്ലെങ്കിൽ പോലും വർക്കേഴ്സിന് അവിടുന്ന് ഇവിടുന്ന് വലിച്ചൊന്ന് ചെയ്ത് കൊടുക്കുക, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ മേടിച്ചു അവരോട് എന്ന് പറയുന്ന രീതിയാണ് ഞാൻ അവലംബിക്കുന്നത്. അതിൻ്റെ അകത്ത് ചെല്ലാതിരിക്കുകയൊന്നും ചെയ്യില്ല എൻ്റെതല്ലെങ്കിൽ പോലും. ഈ വർക്ക് ചെയ്തിട്ടുണ്ടാകുന്ന വർക്കിംഗ് മിസ്റ്റേക്കുകളും, ഇപ്പോൾ വെൽഡിങ് ഒരു പ്രധാനമാണല്ലോ, ഇത് വെൽഡ് ചെയ്ത് വെക്കുന്ന സംഗതിയാണല്ലോ, അത് പൊട്ടിപ്പോവുക, അവിടെ ഏതെങ്കിലും സംഭവം ഉണ്ടാകുക, വളഞ്ഞു പോവുക, അതിൻ്റെ സ്പാൻ കൂടി വന്ന് കാൻലിവർ കൂടി പോയിട്ട് വളഞ്ഞു വരിക, ഇതെല്ലാം ആർക്കിടെക്റ്റിൻ്റെ ഡ്രോയിങ്ങാണ് ഞാൻ ചെയ്യുന്നതെങ്കിലും അതിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞാനും ഉത്തരവാദിയാണല്ലോ. അതൊക്കെ പരിഹരിക്കും. അതിനെനിക്ക് ആളുകളോട് പറയാനുള്ള ഒരു കാര്യം, ഞാൻ ക്ലയൻറ്റിനോട് പറയുന്നത്, ഞാനുണ്ടല്ലോ ഇപ്പോൾ, എൻ്റെ മകൻ എൻ്റെ കൂടെയുണ്ട്, ഞങ്ങളുടെ ലൈഫ് ഗ്യാരണ്ടി തന്നെയാണ് ഇതിനുള്ളത്. ഏത് ഘട്ടത്തിലും നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും അത് ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കുന്നതാണ്. അങ്ങനെ വന്നിട്ടൊന്നുമില്ല ഇതുവരെ എൻ്റെ ഓർമ്മയിലില്ല അങ്ങനെ പൊട്ടിപ്പോയി വിളിച്ചൊന്നും ഓർമ്മയില്ല. ഇത് വലിയ ചെക്കിങ്ങിനൊക്കെ ശേഷമാണ് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വന്നാൽ സ്വാഭാവികമായും നമ്മളത് ചെയ്തു കൊടുക്കാൻ ബാധ്യസ്ഥരാണ്, അത് ചെയ്യും. അതെൻ്റെ സ്ഥാപനം ഉണ്ടല്ലോ, ആ സ്ഥാപനം തന്നെയാണ് എനിക്ക് ഒരു ഗ്യാരണ്ടി. പക്ഷേ നമുക്ക് ഈ വർക്കിൽ ഞാൻ വളരെ താഴ്ന്ന നിലയിൽ നിന്ന് ഈ വർക്കുകൾ ചെയ്തു വന്ന ആളാണ്. എൻ്റെ കൈ കൊണ്ട് വർക്കുകൾ ചെയ്തു വന്നിട്ടുള്ള ആളാണ് ഞാൻ.
ഞാനൊരു വർക്കറായി തന്നെ ഇതിന് ഒപ്പം നടന്ന് സഞ്ചരിച്ച് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബുദ്ധിമുട്ടുകളും എല്ലാം എനിക്ക് മനസ്സിലാവും. ഒരു തൊഴിലാളിക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടും ഒരു ക്ലയൻറ്റിനുണ്ടാകുന്ന ബുദ്ധിമുട്ടും ഒക്കെ എനിക്ക് മനസ്സിലാവും. ഇതിനകത്ത് ഏറ്റവും പ്രധാനമായും വേണ്ട ഒരു ഘടകം, എല്ലാ ജോലിയിലും വേണ്ടതുപോലെ തന്നെ നമ്മൾ പുലർത്തുന്ന ഒരു ക്രെഡിബിലിറ്റി ഉണ്ട്. നമ്മുടെ ഒരു വിശ്വാസ്യത തന്നെയാണ് ഏറ്റവും വലിയ ഇതിനകത്തെ പ്രധാന ഘടകം. അതെനിക്കും വേണം, ക്ലയൻറ്റിനും വേണം, എല്ലാവർക്കും വേണം. ഒരു ആത്മാർത്ഥതയോടെ നമ്മളൊരു വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ വർക്ക് എന്നും നിലനിൽക്കും. അതിനകത്ത് ക്ലയൻറ്റ് സാറ്റിസ്ഫൈഡ് ആയിരിക്കും, ഒരു തർക്കമില്ല. ഞാൻ അതുകൊണ്ടാണ് ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ പറയുന്നത്, എനിക്ക് വളരെ ചെറിയ നിലയിൽ നിന്ന് എനിക്ക് ഒരുപാട് വർക്കുകൾ ചെയ്യാനും എൻ്റെ ജീവിതത്തിൽ എനിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കാനും പറ്റിയ ഈ വർക്കിൽ നിന്നാണ്. അത് സ്വാഭാവികമായും ഞാൻ പുലർത്തിയിട്ടുള്ള എൻ്റെ ഒരു ഹൃദയം നിറഞ്ഞ് ഞാൻ ഈ വർക്കിനെ ഞാൻ സ്വീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് തുടരാൻ പറ്റുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് ഇന്ത്യയുടെ വടക്കേറ്റമായ ഹിമാലയത്തിൻ്റെ തീരത്തും നാഗർകോവിലൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുന്നത്, രണ്ടറ്റത്തും വർക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഇതിൻ്റെയൊക്കെ ഭാഗമായിരിക്കണം. യാത്ര ചെയ്ത് സന്തോഷത്തോടെ ഈ വർക്കുകളൊക്കെ ചെയ്തു പോകാൻ പറ്റുന്നത്, അതിൽ ഞാൻ വളരെ സംതൃപ്തനാണ് കേട്ടോ. പക്ഷേ ചെറുതും വലുതുമായ 2000-ലധികം പ്രോജക്റ്റുകൾ, തിരുവനന്തപുരം മുതൽ ടിബറ്റ് വരെയുള്ള ഓൺഗോയിങ് പ്രോജക്റ്റുകൾ, ഇത്തരം പ്രോജക്റ്റുകളുമായി മുന്നോട്ട് പോകുന്ന ജ്യോതി എഞ്ചിനീയറിംഗ് വർക്സിൻ്റെ സാരഥി പ്രദീപിന് എല്ലാവിധ വിജയാശംസകളും. താങ്ക് യു.